9 മണിക്ക് ലൈവ് റിപ്പോർട്ട് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി റിപ്പോർട്ടർമാരെ ഓരോരുത്തരെയായി ലൈവിൽ എടുത്ത് ന്യൂസ് അജണ്ട പറയാനുള്ള സമയം ഇല്ല. നമുക്ക് തന്നെ ന്യൂസ് അജണ്ട പറയാൻ വളരെ കൃത്യമായിട്ട് ഏറ്റവും വലിയ 2 വാർത്തകൾ വരാനുള്ളത് ഡൽഹിയിൽ നിന്നും ബംഗാളിൽ നിന്നുമാണ്. ഒന്ന്, ബംഗാളിൽ യുവ ഡോക്ടറുടെ കൊലപാതകം. ബംഗാളിൽ പരക്കെ പ്രക്ഷോഭമാണ്. BJPയുടെ നേതൃത്വത്തിൽ അവിടെ ആഞ്ഞടിക്കുകയാണ് പ്രതിഷേധം. ഇതേ വിഷയത്തിൽ കേരളത്തിലെ PG ഡോക്ടർമാരും പണിമുടക്കുകയാണ്. IMAയും ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുണ്ടാവും. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശ് വിഷയത്തിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അവിടെ നടക്കുന്നു. ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്ഷേത്രങ്ങൾ തീയിടുന്നു. അതിനൊക്കെ എതിരായ ശബ്ദം ആകെ ഭാരതത്തിൽ ഉയർന്നത് BJPയിൽ നിന്നും ഭാരത സർക്കാരിൽ നിന്നുമാണ്. പിന്നെ മായാവതി എന്ന BSP നേതാവിൽ നിന്നും. അതല്ലാതെ പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ, ഹിന്ദു വിരുദ്ധ അക്രമവും കലാപവും ഒന്നും കണ്ട മട്ടയില്ല. വലിയൊരു പ്രതിഷേധ മാർച്ച് ഇന്ന് ഡൽഹിയിലുണ്ട്. രാവിലെ 11 മുതൽ 1 മണി വരെയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ജനം TV-യിൽ ഉണ്ടാകും. നാരി ശക്തി എന്നുള്ള പേരിലാണ് ഇത് നടക്കുക. ഒപ്പം തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും. അതിൽ ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മലയാളത്തിന് പ്രതീക്ഷയുള്ള ഒരു സമയം കൂടിയാണ് ഇന്നത്തേത്. ഇനി കോഴിക്കോട് നിന്ന് നമ്മൾ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. അതിൽ ഇന്ന് പാർട്ടിയുടെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം CPM സംസ്ഥാന സെക്രട്ടറി ചേരുകയാണ്. എന്തായാലും അതിൽ അന്വേഷണം എത്തി നിൽക്കുന്നത് CPM-ന്റെ സൈബർ പോരാളി ഷാജിയിലേക്കാണ്. എന്ന് മാത്രമല്ല, പോരാളി ഷാജി ആര്, അല്ലെങ്കിൽ അഡ്മിൻ ആര് എന്നുള്ള കാര്യവും പുറത്തായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടിയിലാണ് CPM പാർട്ടിയുള്ളത്. അതുപോലെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അതിശക്തമായ മഴ പറയുമ്പോൾ നമുക്ക് ഒരു വാർഷിക ദിനം കൂടി പറയാതെ വയ്യ. കാരണം 6 വർഷം പൂർത്തിയാകുന്നു 2018 പ്രളയത്തിന്. അങ്ങനെയൊരു പ്രളയം കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ ഇന്നത്തെ തലമുറ തിരിച്ചറിഞ്ഞതുപോലും അന്ന് പകച്ചു നിൽക്കുമ്പോഴായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സംസ്ഥാനമാകെ ഇങ്ങനെ വിറങ്ങലിച്ചു നിന്ന വേള. എന്തായാലും 2018 പുറമെ 2019 ഇത് ആവർത്തിച്ചു. ഇതിൽ നിന്നൊന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാതെ ഇപ്പോഴിതാ വീണ്ടും വയനാട്ടിലെത്തി നിൽക്കുകയാണ്. എന്തായാലും അതിശക്തമായ മഴയ്ക്ക് വീണ്ടും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 2 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉണ്ട്. മറ്റൊന്ന്, വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം സ്വമേധയാ എടുത്ത കേസ് അടക്കമുള്ളവ ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തിയിരിക്കുകയാണ്. അതോടെ കോടതി വാർത്തകളും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് മറ്റൊന്ന്, ഹോക്കി താരം ശ്രീജേഷിന് PR ശ്രീജേഷിന് ഇന്ന് ജന്മനാട് സ്വീകരണം ഒരുക്കുകയാണ്. നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹം എത്തുന്നുണ്ട്. സംസ്ഥാന മന്ത്രിമാർ അടക്കമുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാനായി അവിടേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാർത്തകളും പ്രതീക്ഷിക്കാം. കോഴിക്കോടിലേക്ക് വീണ്ടും എത്തുകയാണെങ്കിൽ, വിലങ്ങാട് ഉരുൾപൊട്ടൽ കൂടി വയനാട്ടിന് സമാനമായി ഉണ്ടായിരുന്നു. അതിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ നിർമ്മിച്ചു നൽകാനുള്ള അദാലത്ത് നടക്കുകയാണ് കോഴിക്കോട്. വയനാടും ഇന്ന് അദാലത്ത് ഉണ്ട്. ചുരൽമല, മുണ്ടക്കൈ മേഖലകളിൽ തിരച്ചിൽ തുടരുകയാണ്. വയനാട്ടിലെ കാര്യം ഇനി ഷിരൂരിലെത്തുകയാണെങ്കിൽ അർജുനായുള്ള കാത്തിരിപ്പിന് 1 മാസം. അവിടെയും തിരച്ചിലുണ്ട്. ആ വിവരങ്ങൾ കൂടി നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സംസ്ഥാന വ്യാപകമായുള്ള PG ഡോക്ടർമാരുടെ പ്രതിഷേധം വിവിധ ജില്ലകളിൽ നിന്നുകൂടി ഉണ്ടാകും. ഡൽഹിയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജമ്മുകാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതി ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ്. വാർത്താ സമ്മേളനം വൈകിട്ട് 3-നാണ്. അതിൽ ജമ്മുകാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് അത് ഏറ്റവും വലിയ ശ്രദ്ധ നേടുമെന്നതിൽ തർക്കമില്ല.